കാസർഗോഡ് പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ 8ാമത് ബിരുദദാന സമ്മേളനം മാർച്ച് 8-ന് നടക്കും. 41 പേർക്ക് ബിരുദവും 727 പേർക്ക് ബിരുദാനന്തര ബിരുദവും 58 പേർക്ക് PhD ബിരുദവും 25 പേർക്ക് PG ഡിപ്ലോമ ബിരുദവും നൽകും. പരിപാടിയിൽ VSSC ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2024 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന സമ്മേളനമാണ് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുക. 851 വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങുവാനുള്ളത്. ഇതിൽ 664 പേർ നേരിട്ട് പങ്കെടുക്കുവാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 41 പേർക്ക് ബിരുദവും 727 പേർക്ക് ബിരുദാനന്തര ബിരുദവും 58 പേർക്ക് PhD ബിരുദവും 25 പേർക്ക് PG ഡിപ്ലോമ ബിരുദവും നൽകുമെന്ന് സർവകലാശാല അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വൈസ് ചാൻസലർ ഇൻചാർജ് പ്രൊഫസർ വിൻസെന്റ് മാത്യു, രജിസ്ട്രാർ ഡോക്ടർ M. മുരളീധരൻ നമ്പ്യാർ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ R. ജയപ്രകാശ്, സർവകലാശാലയുടെ കോട്ട് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ, അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ, ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഡീനുമാർ, വകുപ്പ് മേധാവികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിക്കും. പരമ്പരാഗത വേഷത്തിലാണ് വിശിഷ്ടാതിഥികളും വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ കോൺവെക്കേഷനിൽ 8ാമത് ബിരുദദാന സമ്മേളനം VSSCയുടെ ബഹുമാന്യനായ ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ സർ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് മാർച്ച് 8-ാം തീയതി രാവിലെ 10 മണിക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടക്കുന്നതാണ്. ഈ വർഷത്തെ കോൺവെക്കേഷനിൽ മൊത്തം 851 സ്റ്റുഡൻസ് ഈ കോൺവെക്കേഷനിലെ ഡിഗ്രി ബിരുദം വാങ്ങാനായിട്ട് എലിജിബിളാണ്. അതിൽ 793 PG സ്റ്റുഡൻസും അതിൽ 614 PG സ്റ്റുഡൻസ് ഇൻ പേഴ്സണായിട്ട് കോൺവെക്കേഷനിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ PhDയുടെ 58 സ്റ്റുഡൻസ് ക്വാളിഫൈഡ് ആയിട്ടും അതിൽ 50 സ്റ്റുഡൻസ് നേരിട്ട് ഈ കോൺവെക്കേഷനിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ്. കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ R. ജയപ്രകാശ്, അക്കാദമിക് ഡീൻ പ്രൊഫസർ അമൃത് G. കുമാർ, ഡീൻ സ്റ്റുഡൻസ് വെൽഫെയർ പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട, പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ മനു, പബ്ലിക് റിലേഷൻസ് ഓഫീസർ K. സുജിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.